ജഗിറിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വി.ഡി. സതീശന് വേണ്ടിയിട്ട് കൈപൊക്കാൻ ഒരുപക്ഷെ MLA-മാരുടെ കൂട്ടമോ ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഗ്രൂപ്പ് വളർത്താൻ ശ്രമിച്ചിട്ടില്ല. മുന്നണിയെ അധികാരത്തിലെത്തിക്കാനാണ് ഈ ഒരു 5 വർഷവും നോക്കിയിട്ടുള്ളത്. നുണേശൻ എന്ന് അയാളെ എതിരാളികൾ ചാപ്പകുത്തിയപ്പോഴും അധിക്ഷേപിച്ചപ്പോഴും അയാൾ തിരിച്ചുമൊന്നും പറഞ്ഞിട്ടില്ല, അതിന് മറുപടികളും കൊടുത്തിട്ടില്ല. നമ്മളോട് പറഞ്ഞ വാക്കുകൾ ഏറെക്കുറെയൊക്കെ അയാൾ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മിഷൻ 60 എന്ന ഒരു പ്ലാൻ കൊണ്ടുവന്നു. കോൺഗ്രസ് പാർട്ടിയെ 63 സീറ്റിൽ വിജയിപ്പിക്കാൻ നേതൃത്വം വഹിച്ചു. അയാൾക്ക് കുറച്ച് കണക്കൂട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ 100-ലധികം സീറ്റ് നേടും എന്ന് അയാൾ പറഞ്ഞു. 102 സീറ്റ് കോൺഗ്രസ് നേടി. 5 ജില്ലകൾ മുഴുവൻ സീറ്റ് നേടും എന്ന് പറഞ്ഞു. 5 ജില്ല മുഴുവൻ സീറ്റും നമ്മൾ വിജയിച്ചു. 1 ഡസനിലധികം മന്ത്രിമാരെ തോൽക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 13 മന്ത്രിമാരെ തോറ്റു. ഒരു വർഗീയവാദിയുടെയും തെണ്ണനിറങ്ങാൻ പോയിട്ടില്ല. ചങ്ങനാശ്ശേരിയും കണിച്ചുകുളങ്ങരയും എല്ലാം പരസ്യമായിട്ട് എതിർത്തപ്പോഴും പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ അണുവിട വ്യതിചലിച്ചിട്ടുമില്ല. ഇതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. നമുക്ക് ആ ഒരു മുഖം കൂടി നമുക്കൊന്ന് നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വിപരീതമായിരുന്നെങ്കിൽ ഇന്ന് അയാൾ എത്രത്തോളം ക്രൂശിക്കപ്പെടുമായിരുന്നു. അയാളുടെ രക്തത്തിന് വേണ്ടി ഇവനൊക്കെ മുറവിളി കൂട്ടിയാണ്. സതീശനെ വനവാസത്തിനയക്കാൻ തിടുക്കവും കൂട്ടിയാണ്. ഇന്ന് കുറുക്കുവഴിയിലൂടെ അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെ അയാളെ കുറ്റപ്പെടുത്തിയാണ്, കല്ലെറിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഒന്നുമല്ലായിരുന്ന കോൺഗ്രസിനെയും UDFനെയും ഇന്ന് എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അയാളുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സതീശൻ്റെ കൂടെ ഉണ്ടാവുന്നത്. ഈ കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നതും അയാൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി തന്നെയാണ്. മറിച്ചൊരു തീരുമാനം കോൺഗ്രസ് എടുത്താൽ അധികാരം നൽകിയ സാധാരണ ജനങ്ങൾക്ക് തന്നെ താഴെ ഇറക്കാനും അറിയാം, മനസ്സിലാക്കുന്നതും നല്ലതാണ്. ജനം വോട്ട് ചെയ്തത് V.D. സതീശൻ്റെ നേതൃത്വത്തിനാണ്. കുറേ ഫാൻസ് അസോസിയേഷനുകൾ ബൾക്കായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും ജനത്തിൻ്റെ വിധിയെഴുത്ത് മാറിപ്പോവില്ല. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ തന്നെ കോൺഗ്രസ്സിന് ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് അടുത്ത കാലത്ത് നേരിട്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടുള്ള നീതി നടപ്പിലാക്കുക തന്നെ വേണം. ജനം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കണം. 47-ൽ നിന്ന് 41-ൽ UDF മുന്നണി ചുരുങ്ങിയപ്പോഴും ചങ്കുറപ്പോടെ മുന്നോട്ട് വന്ന് പാർട്ടിയെ നയിച്ചത് V.D. സതീശൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നടപ്പിലാക്കി. ഇത്രയധികം നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഇത്രയധികം കാൽക്കുലേഷനോട് കൂടിയിട്ട് ഒരു ഭരണത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് ആർക്കും വേണ്ടാത്ത, ഓന്തുപോലും നാണിച്ചു പോകുന്ന രീതിയിൽ നിറം മാറുന്ന കുറച്ച് സാമുദായിക നേതാക്കളാണെന്നുള്ളത് സത്യമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം CM ആയാൽ ഇവൻ്റെയൊക്കെ കളസം കീറുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു തന്ന കാര്യങ്ങളാണ് ഞാനിവിടെ അക്കമിട്ട് നിരത്തുന്നത്. ഒരു ലീഡറായി നിന്ന് എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും പൊന്നാപരം കോട്ടകൾ എങ്ങനെ പൊളിക്കണമെന്നും പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് V.D. സതീശൻ. ഇതിനകത്ത് നമുക്ക് യാതൊരു വക സംശയവുമില്ല. കേരളത്തിൻ്റെ CM ആയി അദ്ദേഹം തന്നെ മുന്നിൽ വരട്ടെ, ജോലി ചെയ്തവന് കൂലി കിട്ടട്ടെ. അങ്ങനെ തന്നെയാണ് നീതി നടപ്പിലാക്കേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ദില്ലിയിലെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. കേരള നേതാക്കളുമായിട്ടുള്ള ഖാർഗെയുടെ ചർച്ചയിൽ അവസാന നിമിഷം രാഹുൽ ഗാന്ധിയും നേരിട്ട് പങ്കെടുക്കുകയാണ്. ആദ്യഘട്ട ചർച്ചയിൽ രാഹുൽ പങ്കെടുക്കില്ലെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും അവസാന നിമിഷം രാഹുലും ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് തലയും മരയും മുറുക്കി രംഗത്തുള്ള AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിലവിലെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്നീ 3 നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KPCC നേതൃത്വം ആർക്കൊപ്പം എന്നറിയാനായിട്ട് സണ്ണി ജോസഫിനെയും ഖാർഗെ വിളിപ്പിച്ചിട്ടുണ്ട്. നല്ല കക്ഷിയാണ്. ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ KCക്കാണ്. അതേസമയം ഘടകകക്ഷികളുടെ പിന്തുണ V.D. സതീശനാണ്.
സീനിയോറിറ്റി പരിഗണിക്കപ്പെടണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം. ഇതെല്ലാം പരിഗണിച്ച് ഖാർഗെ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക. രാഹുൽ ഗാന്ധി കൂടി നേരിട്ട് പങ്കെടുക്കുന്നതിനാൽ ഈ യോഗത്തിൽ തന്നെ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത്. ആരായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? നിങ്ങൾക്ക് ആര് വരാനാണ് താല്പര്യം? ആരാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.